മനോജേ, അപ്പൊ ഞാനങ്ങോട്ട് പോവാണ് കേട്ടോ. റെഡി ആയുള്ള ആൾക്കാര് വന്നോ? അവരെയൊക്കെ വിളിച്ചോ കേട്ടോ, അവരൊക്കെ വിളിച്ചോ, റെഡി ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ചോ. നേരം വൈകുന്നു പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരെ കൊണ്ട് ചീത്ത കേൾപ്പിക്കണ്ട. എൻ്റെ അമ്മേ, എന്തൊരു കനത് എനിക്ക്. അപ്പൊ ഇവിടെ കൊമ്പുകാർ ഇവിടെ നിൽക്കാം, കുഴലുകാർ ഇവിടെ നിൽക്കാം. ഈ വേദിയിൽ അതാ പറ്റുള്ളൂ. കൊമ്പും കോളും ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ മേളൊന്നും കൊട്ടാൻ പറ്റില്ല. ചേട്ടാ നമസ്കാരം. 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 നമ്മളേ കുറച്ച് പേര് തൃപ്പൂണിത്തറ അമ്പലത്തിന് മേളം കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ചെറിയൊരു കാലതാമസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങാട്ടോ. മനോജേ, എല്ലാവരോടും വരാൻ പറഞ്ഞോട്ടാ. ആ, ഏത് പരിപാടി തുടങ്ങുന്ന? അത് കുറച്ച് നേരം വൈകി എന്ന് പറഞ്ഞല്ലോ. ജയറാമേട്ടന്റെ പരിപാടിക്ക് അതിന് വേണ്ടിട്ട് നമ്മൾ റെഡിയാണ് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അവർ വന്ന് തുടങ്ങാം. ജയറാം ഇവന്റാ? ആ, അതിനല്ല വിളിച്ചേ ഇങ്ങോട്ട് കൊട്ടാനായിട്ട്. ജയറാമിന്റെ ഇവന്റ് ഒക്കെ ടെലികാസ്റ്റ് കഴിഞ്ഞില്ലേ? ഐ, ജയറാമേട്ടൻ വന്ന ഇവന്റ് ടെലികാസ്റ്റിംഗ് കഴിഞ്ഞ് റേറ്റിംഗും വന്ന് റിപ്പീറ്റ് ടെലികാസ്റ്റിംഗ് കഴിഞ്ഞു. അത് നമ്മൾ ഓണത്തിന് ചെയ്ത ഇവന്റ് അല്ലേ? ഇത് ക്രിസ്മസ് ആവാറായില്ലേ? ജയറാമേട്ടന് മേളം വേണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് ഈ ആന വിഴുങ്ങിയ ആശാൻ ഇങ്ങോട്ട് വിളിച്ചത്. മണിയാശാൻ സാർ, നിങ്ങൾക്ക് SMS അയച്ചു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ SMS വെച്ചു ഇങ്ങനെ വർത്താനം പറഞ്ഞ എന്താ കാര്യം? ആർക്കും SMS മൊബൈലൊന്നും എനിക്കില്ല. അവിടെ തുലാം 1, തുലാം 12, തുലാം 13 ഒറ്റ 30 വെള്ളി കെയർ ഓഫ് സുഭാഷ്. ആരാ സുഭാഷ്? 30 വെള്ളി പ്രോഗ്രാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യില്. ഫണ്ട്സ് FUNS. 30 വെള്ളി എന്നല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 38 വെള്ളി കഴിഞ്ഞ്. അപ്പൊ ഡേറ്റ് എനിക്ക് തെറ്റിയതാണ് ആയിരിക്കുള്ളൂ. സുഭാഷിന് അങ്ങനെ ഇത്രയും ചെറിയ തെറ്റൊന്നും വരാൻ സാധ്യതയില്ല. അല്ല, വിളിച്ചപ്പോ കറക്റ്റ് 30 വെള്ളി. ഇപ്പൊ പരിപാടി അവിടത്തെ തൃപ്പൂണിത്തറത്തെ പരിപാടിയും പോയി, ഇവിടത്തെ പരിപാടിയും പോയി. എന്ത് ചെയ്യാനാ? അല്ല, ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ അത് വന്ന സ്ഥിതിക്ക് ജയറാമേട്ടന് സ്വീകരണത്തിന് വേണ്ടിയിട്ട് താല്പര്യം കൊണ്ട് വന്നാണ് ജയറാമൻ. അസീസിന് കൊടുക്കട്ടെ സ്വീകരണം? പിന്നെന്താ? അല്ല, അതൊന്നും പറ്റില്ല. സ്വീകരണം കൊടുത്താൽ എന്താ കുഴപ്പം അസീസിന്? അതല്ലേ, അല്ല, നമ്മളിപ്പോ അസീസ് ഇവിടെ വന്ന് നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതല്ലേ. സ്വീകരണം വെറുതെ ഒരാൾക്ക് സ്വീകരണം കൊടുക്കണോ? അതൊക്കെ ഞങ്ങൾ കൊടുത്തു, നന്നായിട്ട് സ്വീകരിച്ചാണ് ഇവിടെ ഇരുത്തിയേക്കുന്നത്. അതെന്താ ജയറാമേട്ടന് മാത്രം നിങ്ങൾ മേളം സ്വീകരണമായിട്ട് കൊടുക്കുള്ളോ? അസീസിന് കൊടുക്കില്ലേ നിങ്ങൾ? ഉള്ള സമയത്ത് കൊടുക്കണോ? വരണമായിരുന്നു. ഓണപരിപാടിക്കല്ലേ കൊടുത്തത്. അസീസിന് കൊടുക്കില്ല? കൊടുക്ക മാട്ടേ. അസീസിന് നിങ്ങൾ സ്വീകരണം കൊടുക്ക മാട്ടേ. സ്വീകരണം നിങ്ങൾ അസീസിന് കൊടുക്ക മാട്ടേ. കൊടുക്ക മാട്ടേ. ദേഷ്യം വന്നാ ഞാൻ ഇങ്ങനെയാ. എന്താ കൊട്ടും. അതുപോലെ തന്നെ ചില കമ്മിറ്റിക്കാരെന്നോട്, ഞാൻ പഴയ ആശാമാരായതുകൊണ്ട് എനിക്ക് വെളുവെളുന്ന് കമ്മിറ്റിക്കാരെടുത്ത് ഞാൻ പറയാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ദേഷ്യം വന്നാൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ചെണ്ടയമോട് കൊട്ടും. പിന്നെ നമ്മൾ ഈ TV പരിപാടിക്ക് കാണിക്കില്ലേ, മ്യൂസിക് ഇടില്ലേ, അതുപോലെ അതിടും. അതെനിക്കത് പിന്നെ കാണാൻ വർത്താനം ഞാനങ്ങനെ മണിയാശം പറയാറില്ല. കാര്യം എന്താ വെച്ചാലേ, ഇപ്പോഴത്തെ കാലത്ത് കംപ്ലീറ്റ് പിള്ളേരെ നമ്മുടെ കൂടെ വരുന്നത് മേളത്തിന്. ആശാമാരൊന്നും കണ്ണിനേരെ കണ്ടോടവർക്ക്. അപ്പോൾ ഈ പിള്ളേർ വന്നിട്ട് അവരോട് കാര്യമായിട്ട് അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല. എൻ്റെ കൂടെ കൂട്ടത്തിൽ അതിഥി തൊഴിലാളി ഭായിമാരില്ല, ഡയാനെ, അവരുണ്ട്, മേളത്തിനവരുണ്ട്. അവരോടൊന്നും പറയാൻ പറ്റില്ല. ഒരുത്തൻ ഒരു 6 അടി തടിയുണ്ട്. ഏത് അവൻ്റെ അത്ര ഉള്ള ഒരുത്തൻ. ഇവന്റെ പോലെ ഒരുത്തൻ തലയ്ക്ക് ഒറ്റ ഓളമില്ല. ഇവന് ഓളം തന്നെ. ആ, അപ്പൊ അവന്റെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഓളമില്ലാത്തവനൊരു താളം കൊടുത്തു പിടിക്കാനായിട്ട്. കമ്മിറ്റിക്കാർ പരിപാടി കഴിഞ്ഞ് കാശ് വന്നപ്പോൾ ഒരു 50 രൂപ അവന് കുറച്ച് കൊടുത്തു. കുറച്ച് കൊടുത്തതിൻ്റെ പേരിൽ അവനുണ്ടല്ലോ 2 താളത്തിൻ്റെ ഇടയിൽ വെച്ച് ഒറ്റടി ക്ലിഞ്ഞോന്നൊരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. നോക്കുമ്പോൾ 3 എണ്ണ പോണ്. എന്തോന്ന്? പൊന്നീച്ച. എൻ്റെ അസീസ് ഭായ് ഓരോന്ന് 2 ഗ്രാം വീതം വരും. ഒന്നും നോക്കിയില്ല, അങ്ങനെ തന്നെ പിടിച്ച് 3 എണ്ണത്തിന് ഉരുക്കി പിടിച്ച് ലോക്കറ്റ്. അത് പൊന്നീച്ചുകൊണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവനെ വിടാൻ നിന്നില്ല. കാര്യം അവൻ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി. അടുത്ത ആഴ്ച പെങ്ങളുടെ മോന്റെ പേര് വിളിക്കൊരു മോതിരം കൊടുക്കണേ. 5-6 പൊന്നീച്ചരെ കുറവുകൊണ്ടിരിക്കും. അപ്പൊ അത് അവനെ വിട്ടാൽ ശരിയാവില്ല. പിന്നെ ഈ മേളക്കാരായതുകൊണ്ട് പറയല്ല, നമ്മുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ചില ഭായിമാരൊരു രക്ഷയില്ല. ഞാനിങ്ങനെ തൃപ്രയാറ് പൂരത്തിന് മേളം കൊട്ടിക്കൊണ്ടിരിക്കാം. കൊട്ടി 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 കുറെ കഴിഞ്ഞിട്ടുണ്ട് മേളം ഏത് വഴിക്കാ പോണേന്ന് ഉരുപ്പിടുത്തൂല്ല. താളൊക്കെ വേറെ വഴിക്ക് പോയിട്ട് ഇതെങ്ങടാ പോണെന്നൊരു പിടുത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ ഈ ബയ്യ കാതിന് മറ്റേ അതിൻ്റെ പേരെന്തോടാ ഈ കുന്ത്രാണ്ടം വെച്ച് അവൻ പാട്ട് കേൾക്കുക.
പാട്ട് കേട്ടിട്ടാണ് അവൻ മേളം വരന്തല പിടിക്കുന്നത്. ശരിയാവോ? ഞാൻ പതുക്കെ ചെന്ന ഹെഡ്സെറ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോണ്ട് അതിനകത്ത് പാട്ട് കാവാലയ്യ ആവാലയ്യ കാവാലയ്യ തുമ്മീന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെ തുമ്മുന്ന ആളല്ല ആനവിഴുങ്ങി ആശാൻ. എങ്ങനെ ആനവിഴുങ്ങി മണിയാശാൻ അങ്ങനെ തുമ്മത്തില്ല 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 ഇല്ല ഇല്ല തുമ്മത്തില്ല സാരടി നല്ല താളബോധമുള്ള കുട്ടികളാ. ഒരു മേള ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയാലോ നമുക്ക്? ആവാം. ആ കൈ കണ്ടില്ലേ മിടുക്കന? കൈ കാണിച്ചേ. സാധകം നല്ല സാധക അല്ല കയ്യാ മിടുക്കന. ഒരു കാര്യം ചോട്ടെ, അതെ അമ്മ പ്രാണമ്പലത്തില് അടിച്ച് ഫിറ്റായി കിടന്ന ആശാനല്ലേ മേളത്തിന് വന്നപ്പോ അടിച്ചത്? മാപ്രാണം. ഈ മേളക്കാർക്ക് ഇത്തിരി അടിക്കാണ്ടൊക്കെ മേളം കഴിഞ്ഞ് അടിക്കാന്നൊക്കെ ഒരു ശീലത്. അതായത് ഞാൻ അടിച്ചു കഴിഞ്ഞ ഒരു കുഴപ്പമുണ്ട് സ്നേഹേഷ, എൻ്റെ വായിൽ നിന്ന് വരുന്നത് ഈ നീളത്തിലുള്ളതാണ്. അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഒടിക്കും എന്നും ഇതാ ബഹളം. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് കംപ്ലൈൻ്റ് ആയി. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, അവരൊക്കെ വന്നു. ഒരു കാര്യം ചെയ്യും, മണിയാശാൻ ഇനി അടിക്കണ്ട, അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വായുന്നത് ശരിയല്ല. അപ്പം എല്ലാവരും കൂടി തീരുമാനിച്ചു എന്നെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോയമ്പെടുക്കാൻ പറഞ്ഞു. വെറും നോയമ്പല്ല ദയാനെ, മൗനവ്രതം എടുക്കാൻ പറഞ്ഞു. ശരി, മൗനവ്രതം എടുത്തു. 41 ദിവസം മൗനവ്രതം എടുത്തു. അങ്ങനെ കെട്ടും നിറച്ചു. നീലിമല കയറി, കരിമല കയറി, 18ാം പടിയിൽ അവിടെ എത്തി. മൗനവ്രതല്ലേ, അവിടെ എത്തി. ഞാൻ ആ തേങ്ങ എടുത്ത് അടിക്കാൻ നേരത്ത് ഏതോ ഒരു തമിഴ് വന്ന് തേങ്ങ എൻ്റെ കാലിൽ ഒറ്റടി അടിച്ചതും തേങ്ങ ഇങ്ങനെ പൂവിരിയുന്ന പോലെ. അവിടെ വെച്ച് ഞാൻ മൗനവ്രതം പൊട്ടിച്ചു. കള്ളൻ അതിൻ്റെ മോനെ ഒറ്റ പറയാ പറഞ്ഞു. അതോടുകൂടി എൻ്റെ ഈ മൗനവ്രതം പോയി. കള്ളുകൂടിയും പരിപാടിയൊക്കെ ഞാൻ അന്ന് നിർത്തിയതാ. പിന്നെ പരിപാടി നിർത്താറില്ല. കേരള മേളം പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ മേളം പഠിപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ, സ്ത്രീകളെ മേളം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരൊന്നും പരിപാടിക്ക് കിട്ടില്ല എൻ്റെ രമേശേട്ടാ. ഇവര് തോന്നി പോലെ രാഗി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. രാഗി അറിയോ? അറിയാം. രാഗി തുമ്പൂരുള്ള പെൺകുട്ടിയാ. ഇവളെ ഞാൻ മേളം പഠിപ്പിച്ചു. മിടുക്കത്തിയ, നമ്മുടെ സംഗീതിന്റെ കൈ പോലെ അസല് കയ്യാ. ചെണ്ടയില് ഒരു അടി അടിച്ചാണ്ടല്ലോ അതങ്ങനെ കെടുക്കും. പക്ഷെ അവളെ കിട്ടില്ല മേളത്തിന്. അമ്മായിമ്മനെ തല്ലിക്കുന്ന് ജയിലിൽ പോയി. അപ്പോൾ അവളെ മേളത്തിന് കിട്ടില്ല. പ്രമാണിയാണ് അവള്. അവളെ മേളത്തിന് കിട്ടില്ല. പിന്നെയുള്ളത് സുമതി. സുമതി ആണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി. പിന്നെയുള്ളത് സൗദാമിനിയും കാഞ്ചനയും. രണ്ടുപേരും ഗർഭിണിയാണ്. ഒരാൾക്ക് 4 മാസം, ഒരാൾക്ക് 6 മാസം. മൊത്തം നോക്കുമ്പോൾ 10 മാസം. പിന്നെ എന്തിനെ കൊണ്ടുപോയി? അപ്പോൾ സ്ത്രീകളെ മേളത്തിനെ ആശാൻ റിസ്ക് പരിപാടി ഏറ്റെടുത്തൊന്നും വിചാരിച്ച പോലെ അവര് വരില്ല. അതെ, ഒരു കാര്യം ചോട്ടെ, ഇത് മാനിന്റെ തോല കൊണ്ടാണോ അത് ഉണ്ടാക്കണേ? ഇത് വെറുതെ മാനിന്റെ പശുവിന്റെ തോല. ആന വിഴുങ്ങി എന്നുള്ള പേര് എങ്ങനെയാ വന്നേ? ആന വിഴുങ്ങി എന്നുള്ള പേരാ. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ആനനെ വിഴുങ്ങിയ സ്ഥലമുണ്ട്. അവിടെ ഒരാളുണ്ട് വിഴുങ്ങി. പക്ഷെ അതിന് മുമ്പിൽ ഒരു അക്ഷരമുണ്ട്, അത് വന്നിട്ടില്ല. കുഴിയാനായിരുന്നു. എന്താ കൊടുത്തപ്പോൾ മാന് പോയത്. അതാണ് ആന വിഴുങ്ങി എന്ന്. അപ്പോൾ കൂടുതൽ ഞാനിവിടെ പറഞ്ഞ് നിൽക്കണില്ല. കാര്യം നമ്മൾ പൂരപ്പറമ്പിൽ നിന്നൊക്കെ ഒരുപാട് തിരക്കുണ്ട്. പക്ഷെ ഇന്നെന്തായാലും പരിപാടിക്ക്, ഷാരടിയ പരിപാടിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഇന്നത്തെ കാശ് തച്ചുകാശ് പോയി. അപ്പോൾ ഞാനൊരു ദക്ഷിണ തന്നാൽ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ഒരു കാപ്പിക്കാശ് മോൻ്റെ വക മണിയാശാന് തന്നാൽ അങ്ങോട്ട് പോവാം. ആശാൻ സത്യത്തിൽ ഇത്രയും സമയം ഞങ്ങളുടെ കളഞ്ഞതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ആണ് തരേണ്ടത്. അതെന്ത് വർത്താനം? അല്ല ആശാനെ, അങ്ങനെയല്ല. ആശാൻ വഴിതെറ്റി വന്നു, സമയത്ത് വന്നില്ല, ഒന്നും കാര്യമായിട്ട് കൊട്ടിയില്ല, കുറെ കഥകൾ പറഞ്ഞു. അതിന് നമ്മള് പൈസ വന്ന സ്ഥിതിക്ക് പിഷാരടി ഞാനൊരു ധന്യമാക്കിയില്ലേ? ഞാൻ ധന്യമാക്കിയില്ലേ? എന്ത് കുറച്ച് ധന്യമായിരുന്നു. ധന്യനായില്ലേ? ധന്യനാണ്. അസീസ് ഭായ് ധന്യനായില്ലേ? നിങ്ങള് ധന്യനായില്ലേ? അവര് ഇങ്ങനെ ധന്യനാക്കിയ സ്ഥിതിക്ക് ഒരു കാപ്പിക്കാശോ അല്ലെങ്കിൽ ദക്ഷിണകാശോ വിളിക്കാം.
തരാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അതായത് ശരടേ 1000, 2000, 3000 ചെണ്ടപ്പുറത്ത് കോല് വീണ കാശ. നാട്ടു നടപ്പ് ആചാരം അറിയാലോ. അപ്പം അത് കണ്ടറിഞ്ഞ് ശരട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കറക്റ്റാവും. ഡയാന നോക്ക്, കൊടു 2000 രൂപ കൊടു. അല്ല, നിങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സംസാരിച്ച് നിൽക്കുന്നതിൽ താല്പര്യമില്ല. ഞാനീ പഴയ പോലെ ഒന്നും പഴയ പിള്ളേരെ പോലെ ഒന്നും ചീത്ത പറയാൻ നിൽക്കുന്നില്ല. അപ്പം എൻ്റെ ചീത്തയും ദേഷ്യമൊക്കെ ഞാൻ തെണ്ടല കാണിക്കാം. മനസ്സിലായില്ലേ? ഡയാനേ, ശരടേ, അസീസ്ക, ഓ രഞ്ജു കാർത്തിയായനി. രഞ്ജു ശരിക്കും രഞ്ജു ഒരു മേളക്കാരൻ കൂടിയാണല്ലേ? അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയി ആ ഒരു വേഷവിധാനവും അതെ എല്ലാ കാര്യങ്ങളും നന്നായിരുന്നു. ചേട്ടന്മാരോട് ചോദിക്കാം. രഞ്ജു വളരെ നന്നായി കേട്ടോ. രഞ്ജുവിന്റെ പ്രകടനം നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഒരു ക്ഷീണിതനായ മനുഷ്യനായിരുന്നെങ്കിലും അത് നല്ല രസമായിട്ട് ത്രൂ ഔട്ട് അത് ഗംഭീരമായിട്ട് പിടിക്കാൻ പറ്റി. വിറ്റുകൾ പറഞ്ഞു. കാരണം ഈ നമ്മുടെ കഥയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ലാത്ത ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും നമുക്ക് ആ ക്യാരക്ടർ പറഞ്ഞതുകൊണ്ട് തള്ളിപ്പോയി. ഇപ്പോൾ ഞാനങ്ങനെ മേളത്തിനൊന്നും ചെറിയ പിള്ളേരെ വിളിക്കാറില്ല. ചെറിയ പിള്ളേർക്ക് ഞങ്ങളെ കണ്ടാൽ വലിയ റെസ്പെക്റ്റും ഇല്ല എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളതിനപ്പുറം ഒന്ന് ചിന്തിച്ചാൽ വലിയ നർമ്മമുള്ളതോ ഇതിൽ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുള്ളതോ ആയൊരു കാര്യമല്ല. ശരിക്കുമല്ല, നിങ്ങളൊരു മേളക്കാരനാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് എന്താണ് ഗുണം എന്നാലോചിച്ചാൽ ഒരു ഗുണവുമില്ല. പക്ഷേ ഈ ക്യാരക്ടറായി നിന്നുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അയാളുടെ ഒരു വേദനകളുടെ കൂട്ടത്തിൽ, അതിൻ്റെ വാലിലും തലയിലൊക്കെ ഉള്ള കഥകളുടെ കൂട്ടത്തിൽ അത് ഭംഗിയായിട്ട് ലയിച്ച് പോവാൻ ഈ ക്യാരക്ടർ ആയതുകൊണ്ട് സഹായിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. നല്ല രസമായിരുന്നു, വളരെ ഗംഭീരമായി. താങ്ക് യു വെരി മച്ച്. രഞ്ജു അടിപൊളിയാണ്, അടിപൊളിയാണ്. താങ്ക് യു. കാരണം ചെണ്ടക്കാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മുഴുനീളം അത് പിഷാടി പറഞ്ഞതുപോലെ ത്രൂ ഔട്ടായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അതിൽ ഞാൻ ഒരുപാട് എഴുതണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൗണ്ടറിലുപരി രഞ്ജു ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ. ഇപ്പം നമ്മൾ ചില സിനിമകളാണ് പറയില്ലേ, കൗണ്ടറിന് വേണ്ടി പറയാത്ത ആ മൂഡ് ക്രിയേറ്റ് ചെയ്ത് പോകും, ചിരി വീഴുന്ന അമ്മാതിരി A to Z നല്ല ചിരിയായിരുന്നു. ഞാനും നന്നായിട്ട് ആസ്വദിച്ചു. ലാസ്റ്റ് പിഷാരടി അപ്പം ഞാൻ വിചാരിച്ചു സൂപ്പറായിട്ട് അടിച്ചേട്ടാ. അപ്പം ഇപ്പം പിഷു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പ്രൊഫഷണൽ ഒരു ചെണ്ടാടി ആളാണെന്ന്. സാധാരണ ഇതിനകത്തൊരു സിനിമാറ്റിക് ഡാൻസുകാരൻ്റെ ഒരു സ്കിറ്റാണ്. പുള്ളി ഡാൻസ് അറിയാമെങ്കിൽ ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ ചിലപ്പോൾ ഡാൻസ് കളിച്ചോളിക്കും. പക്ഷെ വന്നാൽ ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ അടിക്കുകയും ക്ലൈമാക്സും വളരെ മനോഹരമായിരുന്നു. എല്ലാം നോക്കിയിട്ട് എന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഗംഭീരം, ഭയങ്കര നന്നായിരുന്നു. സൂപ്പർ, വെരി ഗുഡ്.